നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. ഇന്ന് നമ്മുടെ ഷാഫി പറമ്പിൽ MP ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പരിക്കൊക്കെ പറ്റിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഏതായാലും വന്നപ്പോൾ കൃത്യമായിട്ട് പോയിന്റുകൾ സഹിതം പല തെളിവുകളും ലൈവായി തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ ഒരു ശബരിമല വിഷയം അത് മുക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത് എന്നുള്ളത്. മാത്രമല്ല അവർ രാഹുലിനെ അതിനിടയ്ക്ക് 1-2 തവണ പൊക്കിക്കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷാഫി നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? കൃഷ്ണന്ദു ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെയുള്ള ചർച്ചകൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ വിമർശനങ്ങളും അടിവരയിട്ട് എങ്ങനെയാണോ നമ്മൾ ചർച്ചയിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഷാഫി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമേ പറയുന്നു വിമർശനങ്ങളെ പറ്റിയായിരുന്നു. വിമർശനങ്ങളെ പറ്റി പറയുന്ന ഷാഫി പറയുന്നത് താടിയും മീശയൊക്കെ വടിച്ചിട്ടാണോ അനസ്തേഷ്യ കൊടുക്കേണ്ടത്? നിങ്ങളുടെ ആരോഗ്യമന്ത്രിയോട് തന്നെ ചോദിക്കും. ഇതൊക്കെ നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ആരോഗ്യമന്ത്രിയോട് ചോദിക്കും, ഇപ്പോഴത്തെ പുതിയ എക്യുപ്മെന്റ്സ് പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സർജറി നേസൽ സർജറി നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കൂ. അല്ലെങ്കിൽ ENTയോട് ഏതെങ്കിലും ഒരു ENT സർജനോട് നിങ്ങളൊന്ന് സംസാരിക്കൂ. എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടൂ. പിന്നെ ഈ പറയുന്നതുകൊണ്ട് മൂക്ക് പൊട്ടിയ ആൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ EP ജയരാജൻ ഇട്ട് കുട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മൂക്ക് ഇപ്പോൾ പൊട്ടിക്കുകയും ഇനിയും പലതും പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജയരാജൻ്റെ കാര്യം ജയരാജേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ഷാഫി ഇത് പറയുന്നത്. അപ്പോൾ ഷാഫി കൃത്യമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ഷാഫിക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തിന് കൃത്യമായിട്ടുള്ള തക്ക മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് സൈബർ പോരാളികൾക്ക്, CPMൻ്റെ സൈബർ പോരാളികൾക്ക്. അപ്പോൾ ഷാഫി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് മണ്ടന്മാരോ മന്ദബുദ്ധികളോ ആയിട്ടല്ല ഇവർ ഇത്തരത്തിലുള്ള സംശയങ്ങളും ഇത്തരത്തിലുള്ള ട്രോളുകളും ഇറക്കുന്നത്. അവർ അതിബുദ്ധിമാന്മാരായതുകൊണ്ടാണ്. കാരണം ഇത് ഒരു പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിൽ ഏതായാലും മലയാളികൾ വീഴില്ല എന്നുള്ളൊരു പൊതുബോധം CPMന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി തൻ്റെ ആക്രമണം നേരിട്ടതിനെ പറ്റിയാണ് സംസാരിച്ചത്. ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ഷാഫി പറമ്പിൽ ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നമ്മളന്ന് പറഞ്ഞു പോലീസ് യൂണിഫോം ഇട്ട ഗുണ്ടയാണോ, അതുകൊണ്ടാണോ ഇത്തരത്തിൽ ലേറ്റ് ആകുന്നത്? പിന്നീട് നമ്മൾ അറിയുന്നു, മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് 3 പേരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തകൾ അറിയുന്നുണ്ട്. DYSP 3 പേരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത അറിയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഷാഫി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തന്നെ ആക്രമിച്ചത് വടകര കൺട്രോൾ റൂമിൽ നിലവിലുള്ള CI അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ്. ഇദ്ദേഹം 2016 ഒരു മാഫിയ ബന്ധവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ അന്ന് ഈ പറയുന്ന പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് വീണ്ടും 2023 പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് വീണ്ടും എടുത്തത് എന്നൊരു ചോദ്യം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സംസ്ഥാനത്ത് 144 പോലീസുകാരെ ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുള്ളത്. വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ഇരട്ടച്ചങ്കനായ നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ പിന്നീട് മറ്റൊരു മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ട് കണ്ട് നമ്മൾ ഞെട്ടിയതാണ്. ട്രോളുകൾ പെരുമഴയോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെ ഇറങ്ങിയതാണ്. കാരണം 144 പേര് പിരിച്ചുവിട്ടവരുടെ വിവരാവകാശ കമ്മീഷൻ ചെന്ന് തപ്പിയപ്പോൾ ഒന്നും റിപ്പോർട്ടില്ല. വിവരാവകാശ റിപ്പോർട്ടിൽ യാതൊന്നും കിട്ടാനില്ല. വെറും 10-14 പേരുടെ പേര് മാത്രമുണ്ട്. ബാക്കി ആൾക്കാർ എവിടെ പോയി? അപ്പം മുഖ്യമന്ത്രി ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവരുടെയൊന്നും പേരുകൾ ഒരുപക്ഷെ റിപ്പോർട്ടിലില്ല, പോലീസിൻ്റെ മറ്റുള്ള രേഖകളിലോ യാതൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത്. വിവരാവകാശ കമ്മീഷനിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാരൻ്റെ പേരില്ല പിരിച്ചുവിട്ടതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പോലീസുകാരൻ ഇപ്പോഴും വടകരയിൽ കൺട്രോൾ റൂമിൽ ഇപ്പോഴും CI കൺട്രോൾ റൂമിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് 2023 പിരിച്ചുവിട്ടെന്നും വീണ്ടും പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിൽ വരുന്നത് എന്നുള്ളതിന് കൃത്യമായ കാര്യങ്ങൾ ഷാഫി പറയുന്നുണ്ട്. ഇദ്ദേഹം വഞ്ചൂർ CPM ബ്രാഞ്ചിലെ സ്ഥിരം സന്ദർശകനാണ്. ഈ പിരിച്ചുവിട്ട ആള് വീണ്ടും സന്ദർശനം നടത്തി വീണ്ടും എങ്ങനെ കയറി എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ഒരു സർക്കാർ ജോലിയിലുള്ള ഒരു വ്യക്തിയെ വിട്ടത് തന്നെ, പിന്നെ അത് എങ്ങനെ കയറും എന്നുള്ളത് നമുക്കറിയുന്നില്ല. ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് വലിയ
ഞെട്ടിക്കുന്ന ഒരു വിഷയമായിട്ടാണ് മാറുന്നത്. ഇങ്ങനെയാണെങ്കിൽ എത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടകളെ, പോലീസിൻ്റെ CPM ഗുണ്ടകളെ ഇത്തരത്തിൽ കയറ്റി വിട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം. അപ്പോൾ ഷാഫി ഉൾപ്പെടെ കോൺഗ്രസ് UDF പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് കറക്റ്റല്ലേ? ഈ പോലീസുകാരിൽ CPM ഗുണ്ടകൾ ഉണ്ട് എന്നുള്ളത്. ഇത് ഗുണ്ടയല്ലേ? മാഫിയ ബന്ധവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പിരിച്ചുവിട്ടത് വീണ്ടും ഷാഫിയുടെ കേസിൽ ഷാഫിയെ കൃത്യമായി ഉന്നം നോക്കി. അത് അന്ന് അപ്പോഴത്തെ പേരാമ്പ്രയിലെ റൂറൽ SP അന്ന് പറഞ്ഞു ബോധപൂർവം ചില ആൾക്കാർ, ചില ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഷാഫിയെ ആക്രമിച്ചത് എന്ന് കൃത്യമായി പറയുമ്പോൾ ഒരുപക്ഷെ ഷാഫി പറയുന്നുണ്ട്, ഞാനോ അല്ലെങ്കിൽ UDF പ്രവർത്തകരോ കോൺഗ്രസിലെ നേതാക്കന്മാരോ പറഞ്ഞാൽ അത് രാഷ്ട്രീയമെന്ന് നിങ്ങൾ കരുതും. പക്ഷേ ഇത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, റൂറൽ SP പറഞ്ഞെടുത്ത് ഈ പോലീസുകാരനെതിരെ നടപടിയെടുത്തു എന്ന് പൊതുമധ്യത്തിൽ ഒരുപക്ഷെ CPM പിണറായി വിജയനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം തന്നെയാണ് വ്യക്തി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഇപ്പോഴും ആ ഒരു ജോലി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഷാഫി പലതും പുറത്തുവിട്ടത്. ഷാഫി കൃത്യമായിട്ട് CPM-നിട്ട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇതൊക്കെ ശബരിമല മറയ്ക്കാനുള്ള വിഷയമാണെന്നും ഈ പറയുന്ന UDF പ്രവർത്തകർക്ക് നേരെയാണ് ഒരുപക്ഷെ പോലീസിൻ്റെ ആക്രമണം ഉണ്ടായതെന്നും ഷാഫി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അന്ന് നടന്ന സംഭവം കൃത്യമായിട്ട് ഷാഫി വിവരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആദ്യം മർദ്ദിക്കുന്നു, പിന്നീട് ടിയർ ഗ്യാസ് എറിയുന്നു, അതിൻ്റെ പുറകെ സ്ഫോട വസ്തു എറിയുന്നു. അപ്പോൾ ഷാഫി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ 2016 അതേപോലെ തന്നെ 2019 ഈ പറയുന്ന ചില ജൂൺ 4 ജൂൺ 8 അതായത് ബാബു എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് സ്ഫോടകം വസ്തു എറിയുന്നു, ബോംബെറിഞ്ഞു. കൊച്ചുകുട്ടി ഉൾപ്പെടെ ആ വീട്ടിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മണിക്കൂറുകൾക്കകം പോലീസ് എത്തുന്നു, FIR ഇടുന്നു. ഇന്ന് ഈ നിമിഷം വരെ ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത് മറ്റൊരു വ്യക്തിയുടെ RSP പ്രവർത്തകൻ്റെ വീട്ടിൽ ഇതുപോലെ ബോംബ് നട്ടപ്പാതിരി എറിയുന്നു. അതും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പേടിച്ച് ഭയന്ന് നിലവിളിക്കുകയും അവരുടെ നേരെയാണ് ഇത്തരത്തിലുള്ള ബോംബെറിഞ്ഞ്. ഭാഗ്യത്തിന് അവരൊക്കെ രക്ഷപ്പെട്ടു. അതും ഇതുപോലെ ഓൺ ദ സ്പോട്ട് തന്നെ FIR ഇടുന്നു. പിന്നീട് അന്വേഷണം ഉണ്ടായില്ല. ഇപ്പോൾ ഷാഫി പറയുന്നു, അന്ന് എന്നെ വന്ന് കണ്ടു വന്ന് കുറച്ച് സംസാരിച്ചു, പിന്നീട് ഇന്നേതുവരെ അതിനെപ്പറ്റി യാതൊരു വിവരവും എന്നെ വന്ന് കാണുകയോ ചെയ്തിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഷാഫി പറയുന്ന കാര്യമുണ്ട്, അന്ന് സ്ഫോട വസ്തു എറിഞ്ഞു എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ സാധാരണ പോലീസുകാരെ പ്രത്യേകിച്ച് പോലീസിനെ നേരെ സ്ഫോട വസ്തു എറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അന്ന് തന്നെ FIR ഇട്ട് പൊക്കി തൂക്കത്തില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. നമ്മൾ ചോദിച്ച അതേ ചോദ്യങ്ങൾ ഷാഫി വയ്ക്കും. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബോധം, ഇത് സ്ഫോടക വസ്തുവായിരുന്നു, ഞങ്ങൾക്ക് നേരെ എറിഞ്ഞതായിരുന്നു എന്ന്. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞു ഈ പറയുന്ന FIR ഇടുന്നു, 5 പ്രവർത്തകരുടെ വീട്ടിൽ കയറുന്നു. അത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ കിടന്നുറങ്ങുന്ന വാതിൽ തല്ലി പൊളിച്ചുകൊണ്ട് വീട്ടിനകത്ത് കയറി 5 പ്രവർത്തകരെ ഈ പറയുന്ന അറസ്റ്റ് ചെയ്യുന്നു. എവിടെയാണ് തെളിവ്? എറിഞ്ഞതിൻ്റെ തെളിവുണ്ട്. എന്നാൽ DCC പ്രസിഡന്റ് അടക്കം പിറ്റേന്ന് തെളിവ് പുറത്തുവിട്ടു. എന്നിട്ട് ഒരു നീക്കമില്ല. അപ്പോൾ ഇതിപ്പോൾ കൃത്യമായിട്ട് ഷാഫി ഈ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നീക്കങ്ങൾ മുൻപോട്ട് തന്നെ പോകുമെന്ന് ഷാഫി ഇതിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോവില്ല. കാരണം ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷേ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സുകാർക്ക് നേരെ. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഷാഫി ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞിരിക്കുകയാണ്. ഷാഫി പറഞ്ഞിട്ടൊരു കാര്യമാണ്, എല്ലാവരും നട തുറക്കുന്ന സമയത്ത്, ശബരിമലയിൽ നട തുറക്കുന്ന സമയത്ത് വിശ്വാസികൾ കാണുന്നത് പൊന്നയ്യപ്പനെയാണ്. എന്നാൽ ചില കള്ളന്മാർ അവിടെയുള്ളവർ കാണുന്നത് അയ്യപ്പനെയല്ല, പൊന്നു മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പം ശബരിമല വിഷയം മുക്കാനാണ് എന്നുള്ള രീതിയാണ് ഇവിടെ പേരാമ്പ്രയിൽ നടന്നതെന്നും ഈ പറയുന്നോണം മാധ്യമങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഷാഫി മറുപടി പറയുന്നുണ്ട്. ഒരു കോളേജ് യൂണിയൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷം, അത് KSUവും SFIയും തമ്മിൽ നടന്ന സംഘർഷം പിന്നീട് CPM ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ അന്ന് CPM നേതാക്കളെ അടിച്ചില്ലേ? അപ്പോൾ തിരിച്ചു പറയുന്നു, കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചത് മാത്രം പുറത്തു വരുന്നില്ല, അവരെ അടിച്ച് തരിപ്പണം ബാക്കിയിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് അതെ, അത് പേരാമ്പ്രയിൽ അത് ഉൾപ്പെടെ ഉണ്ട്. അത് ഷാഫിയുടെ വിഷയവുമായിട്ട് അന്നത്തെ പ്രതിഷേധത്തിൽ നടന്നത്. അപ്പോൾ CPM പ്രവർത്തകർ ആയുധമായി നിൽക്കുന്നു എന്ന് പറയുന്നു. പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്, അന്ന് പ്രകടനം നടത്തിയത്. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് പോലീസ് അവരെയല്ലേ തടയേണ്ടത്, ഞങ്ങളെ അല്ലല്ലോ തടയേണ്ടത്? ഇപ്പോൾ അതുവരെ ഒരു സമാധാനപരമായിട്ട് മുൻപോട്ട് പോയത് പെട്ടെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടായത്. അത് ഞാൻ വന്നതിന് ശേഷം, ഷാഫി വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വമാണ് എന്നുള്ള ഷാഫി കൃത്യമായിട്ട് പറയുന്നു. പിന്നെ
ചിലർ ഒരു റിപ്പോർട്ടർ ചോദിച്ചു എന്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയില്ല എന്നുള്ള. അന്നേരം ചോദിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയാണ് പോയത്? സ്വകാര്യ ആശുപത്രിയിലല്ലേ പോയി? അത് എനിക്ക് സ്വകാര്യ. അപ്പം അതിനിടയ്ക്ക് അടുത്തിരുന്ന ആൾ പറയുന്നു ഈ പറഞ്ഞ പിണറായി വിജയൻ അമേരിക്കയിലേക്കല്ലേ പോയത്, എന്നാൽ ഇവിടെ അടുത്തല്ലേ പോകേണ്ടെന്ന്. അപ്പോൾ ഈ പറയുന്നത് ഷാഫി പറയുന്നത് എനിക്ക് എപ്പോഴും കംഫർട്ട്, എനിക്ക് മൂക്കിന് അടി കിട്ടി എന്നുള്ളതേ അറിയത്തുള്ളൂ. ഇത് പാലം പൊട്ടിയെന്നോ അല്ലെങ്കിൽ വലിയ ഇതായിട്ടോ സീരാണെന്നോ ഒന്നും ഷാഫിക്ക് അറിയില്ല. ഷാഫി പറയുന്നു ഉടനെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റല് ഞാൻ പോയപ്പോഴാണ് ഇത്രയും ഇതാണെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ അറിയാലോ മാധ്യമ പ്രവർത്തകർ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന മറുപടികളൊക്കെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഷാഫി പുറത്തു വിട്ടിരിക്കുന്ന അതിനേക്കാളൊക്കെ അപ്പുറേ നമ്മൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് ആ ചർച്ച ചെയ്തെന്നേ ഉള്ളൂ, അത് സംസാരിച്ചെന്നേ ഉള്ളൂ. അത് ആ വിഷയങ്ങൾ വന്നപ്പോൾ ഒരുപക്ഷെ ഷാഫി എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കാനും ഒരുപക്ഷെ നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതെല്ലാം കേൾക്കുന്നതിനോടൊപ്പം തന്നെ പക്ഷെ വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് ഷാഫി ഇന്ന് പുറത്തുവിട്ടത്. പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനെ എങ്ങനെ സർക്കാർ ഉദ്യോഗത്തിലേക്ക്, അതായത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ. ഇതിന് മറുപടി പറയേണ്ടുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ തന്നെയാണ്. ഒരുപക്ഷെ ഇതെങ്ങനെയാണ് നടന്നത് എന്നുള്ളത് നമുക്കറിയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ നിരവധി ക്രിമിനൽ നടപടികൾ എടുത്തിട്ടുണ്ട്, സസ്പെൻഷൻ അടക്കം വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇദ്ദേഹത്തിനെ ഏത് തരത്തിലാണ് കൃത്യമായിട്ട് വീണ്ടും ഈ പറയുന്നത് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതെന്തായാലും ഇനി ഇതിൻ്റെ ആൻസർ പറയേണ്ടത് CPM-ഉം പിണറായിയുമാണ്. പിണറായി ഇതിന് മറുപടി പറഞ്ഞെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ അടുത്ത സഭ കൂടുപാടില്ലെങ്കിൽ അടുത്ത പ്രതിഷേധത്തിന് കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ മറുപടി കൊടുത്തെങ്കിലേ പറ്റൂ. കാരണം അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഷാഫി അടിവരയിട്ട് പറയുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം ഷാഫി പറയുന്നുണ്ട്. വിവരാവകാശ കമ്മീഷൻ പോലും ഇദ്ദേഹത്തിൻ്റെ പേരില്ല പിരിച്ചുവിട്ടതിനായിട്ട്. അപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന മറ്റ് രണ്ടുപേരും ഇപ്പോഴും പുറത്തേക്കാണ്, അവർ പുറത്തേക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ മാത്രം എങ്ങനെയാണ് അകത്ത് കയറ്റിയത് എന്നുള്ളത് അറിയണമല്ലോ. അപ്പം CPM-ന്റെ ഗുണ്ടകളായിട്ടുള്ളവർ അല്ലെങ്കിൽ CPM-ന്റെ സൈഡായിട്ടുള്ളവരെ ഗുണ്ടാപ്പണിക്ക് വിടുക, അടിച്ചൊതുക്കുക, കോൺഗ്രസ് പ്രവർത്തകരെയും BJP പ്രവർത്തകരെയൊക്കെ അടിച്ചൊതുക്കുക, എന്നിട്ട് തിരിച്ചെടുക്കുക. ഈ മാധ്യമങ്ങൾ, അപ്പം മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത എന്താണ്? തെറ്റാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത ഇൻഫർമേഷൻ തെറ്റല്ലേ? അപ്പം മാധ്യമങ്ങൾ തെറ്റായിട്ടുള്ള വാർത്ത എങ്ങനെ കൊടുക്കും? അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ തെറ്റിതിരുത്തണ്ടേ? അപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്ത ആരാണ്? CPM തന്നെയാണ്. ആഭ്യന്തരത്തിൽ നിന്നാണ്, പോലീസ് ഉദ്യോഗസ്ഥരാണ് 3 പേരെ പിരിച്ചുവിട്ടു എന്നുള്ള കൃത്യമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്തത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന് നേരെ, MP-ക്ക് നേരെ കയ്യേറിയ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൽ ഒരാളിനെ തിരിച്ചെടുത്തിരിക്കുന്നു. അത് വലിയൊരു എന്താ പറയുക, വലിയൊരു കുറ്റം തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് പിണറായി വിജയനെ അറിയാണ്ട് എന്തായാലും ആ ഒരു തെറ്റ്. നമുക്കറിയാം സെക്രട്ടേറിയറ്റിന്റെ മുൻപിലൊക്കെ എത്രയോ ആൾക്കാരാണ് PSC ലിസ്റ്റിൽ വന്നിട്ട് ഇവിടെ നിയമനം ലഭിക്കാതെ ഇവിടെ കിടന്ന് സമരം ചെയ്യാണ്. എന്തിനാ ഇന്നലെ ആശാ വർക്കേഴ്സിന്റെ സമരം നമ്മൾ കണ്ടത്? പക്ഷെ പെൺപോരാളികൾ എന്ന് പറയുന്ന ഇതാണ് പോരാളികൾ. ഒരുപക്ഷെ UDF യൂത്ത് കോൺഗ്രസും BJP യുവമോർച്ചയൊക്കെ നയിക്കുന്നതിനേക്കാൾ SFI നയിക്കുന്നതിനേക്കാളും നല്ല ഒന്നാന്തര സമരം ഇന്നലെ കാണാൻ കഴിഞ്ഞു. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നതേ ക്ഷമയുണ്ട്, സഹനശേഷിയുള്ളതാണ് സ്ത്രീകളെ. ഈ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ എല്ലാവരും? ഈ പെണ്ണങ്ങനെ ഒരുമ്പെടുത്താൻ വേണ്ടിയിട്ട് ആരും പ്രത്യേകിച്ച് CPM സഖാക്കന്മാരെ നിന്ന് കൊടുക്കരുത്. കാരണം ആശാപ്രവർത്തകർ അവർക്ക് ക്ഷമയുള്ളത് കൊണ്ടാണ് അവർ ഇത്രയും മാസങ്ങൾ ഈ വെയിലത്തും മഴയത്തും ഈ പേമാരിയിലും ഒക്കെ അവർ ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അണുവിട ചലിക്കാതെ അവർ ആ പ്രതിഷേധവുമായിട്ട് അവിടെ കിടക്കുകയാണ് അല്ലേ? അവർക്ക് ആ സ്ത്രീയുടെ ക്ഷമയാണ്, സഹനശക്തിയാണ് അവിടെ കാണുന്നത്. കാരണം അവർക്ക് ഡെയിലി 243 രൂപ വേതനം, ഒരു മിനിമം സാലറി സർക്കാരിന് കൊടുക്കാം. കേന്ദ്രം കൊടുത്തില്ല എന്ന് പറയുന്നത്, കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു, കേന്ദ്രം ഓർഡർ ഇട്ട് കഴിഞ്ഞു, എന്നിട്ടും സർക്കാരിൻ്റെ വകയായിട്ട് എന്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുക്കാലോ? അവർക്ക് ഈ ആർഭാടം നയിക്കാൻ എത്ര കോടി രൂപയാണ് അവർ ചെലവഴിക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ എത്ര കോടി രൂപയാണ് അവർ ചെലവഴിക്കുന്നത്? ഇവർക്ക് കൊടുക്കാമല്ലോ, കൃത്യമായിട്ട് വേതനം കൊടുക്കാം. അവരെ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരാക്കേണ്ടുന്ന ചുമതല നമ്മുടെ സർക്കാരിനുണ്ട്. കാരണം ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വേതനമെങ്കിലും സർക്കാർ ഔദ്യോഗിക പദത്തിലേക്ക് അവരെ കൊണ്ടുവന്നില്ല,
സർക്കാർ സർക്കാരിൻ്റെ ജോലി ആക്കിയില്ലേലും ഈ പറയുന്ന കൃത്യമായ ഒരു വേതന അവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്നലെ പെൺ പോരാളികൾ നടത്തിയ ഒരു വല്ലാത്തൊരു സമരമായിരുന്നു. ഇത്രയും ജലപീരങ്കിയൊക്കെ 6 തവണയൊക്കെയാണ് അടിച്ചത്. ഒരുപക്ഷെ മറ്റു യുവ നേതാക്കന്മാരൊക്കെയാണ് എപ്പോഴേ തിരിഞ്ഞോടിയെന്നെ. പക്ഷെ അവരത് നിന്നു കൊണ്ടു എന്നുള്ളതാണ്. അവർ അണ പൊട്ടിയാൽ ഈ അണലിയും കടിയ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേ രീതിയിലാണ് ഇത്രയും അവരുടെ സഹി കെട്ടു. അതായത് സഹനത്തിൻ്റെ നെല്ലിപ്പലക കണ്ടു എന്ന് പറഞ്ഞതുപോലെ അത് കണ്ടതിന് ശേഷമാണ് ഇന്നലെ അവരൊരു ക്ലിഫ് ഹൗസിലേക്ക് അവർ പ്രതിഷേധം നടത്തിയത്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഭിക്ഷ എടുത്തുണ്ടാക്കിയ ഞങ്ങളുടെ മയക്കും കൊണ്ട് പോകുന്നു. ഒരു പെണ്ണ് ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ എന്തിനാണ് വെറുതെ ഇതൊക്കെ എന്ന് വെച്ചാൽ ശാപം പിടിച്ച് ഇന്നലെ ഒരു പാവം പിടിച്ച ഒരു സ്ത്രീ പ്രാഗെന്ന് കണ്ട് പിണറായി വിജയന്. എന്തിനാണ് ഇതൊക്കെ? മാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇത് അവർ പറയുന്ന എമൗണ്ട് ഒന്നും കൂട്ടിത്തെ കൊടുക്കണമെന്നൊന്നും അല്ല. ഒരു ചെറിയ മാന്യമായിട്ടുള്ള ഒരു ഇളവൊക്കെ കൊടുത്ത് ആ സഹോദരിമാരുടെ ഒരു സന്തോഷം. കാരണം ആശാപ്രവർത്തകർ ഉള്ളത് കൊണ്ടാണ് കോവിഡിൻ്റെ സമയത്ത് ഉൾപ്പെടെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പലതും നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ഇപ്പോൾ അമീബിക്ക് മസ്തിഷ്ക ജ്വരം ഇന്ന് ആശാപ്രവർത്തകർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഓരോ വീടുകളും കയറി ഇറങ്ങി അവർ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഏത് സ്ഥലത്താണെങ്കിലും നമ്മളൊക്കെ ചെല്ലാത്ത ഒരു ഗർഭിണി തൊട്ട് അടുത്തുണ്ടെങ്കിൽ അവർ ചെല്ലും. കൃത്യമായി എല്ലാ മാസവും ചെന്ന് അവർക്ക് വേണ്ടുന്ന പരിഗണന, അയൺ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ച് അവർ കൃത്യമായി കൊടുക്കുകയും ഈ പകർച്ചവ്യാധികൾ മഴയൊക്കെ വരുമ്പം നമ്മുടെ വീട്ടിൽ നമ്മളില്ലെങ്കിൽ ചെടിച്ചട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മറിച്ചിട്ടിട്ട് പോകും. വെള്ളം ഉണ്ടെങ്കിൽ അത്രയും അവർ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് പോകുന്നത്. വാക്സിൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും. അപ്പോൾ ഈ ആശാപ്രവർത്തകർ സമൂഹത്തിൽ വലിയൊരു ഇത് നമ്മൾ വിചാരിക്കുമോ ഇവർ നമുക്ക് ശല്യമാണല്ലോ. ചില സമയത്ത് നമ്മളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഇത് വേണോ, കൊച്ചിന് വാക്സിൻ എടുത്തോ, എത്ര പേരുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഗർഭിണികളുണ്ട്, ഇതൊക്കെ നമ്മളെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇവർ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. പക്ഷേ അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് രേഖപ്പെടുത്തി അവർ പോകുന്നവരാണ്. പക്ഷേ അവർക്കറിയാം ഒരു ഭാഗത്ത് ഒരു ഏരിയയിൽ എത്ര പേര് അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഓരോ ആശാപ്രവർത്തകർക്കും അറിയാം. അപ്പം ആരോഗ്യ മേഖല ഒരു വലിയ പ്രാധാന്യം ഒരു പക്ഷേ ഡോക്ടറിനെയും നേഴ്സിനെയും ഒക്കെ ഒപ്പം അല്ലെങ്കിൽ അതിനുപരി ഇവർ വഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സമൂഹത്തിൽ പിടിച്ചു നിർത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനാണ്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ പകർച്ചവ്യാധികൾ കൊണ്ടും പല രോഗങ്ങൾ കൊണ്ടും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഈ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയാനുണ്ടാവത്തില്ല. കോവിഡ് സമയത്തൊക്കെ ഇവർ ചെയ്തിട്ടുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് ഇന്നിപ്പോൾ എത്ര മാസങ്ങളായിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇത് ഷാഫിയുടെ ഇതിൽ നിന്ന് അങ്ങോട്ട് വ്യതിചലിച്ച് പോകുന്നെങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പെൺ പോരാട്ടമാണ് ഇന്നലെ കണ്ടത്. അതുകൊണ്ടൊന്നും പിണറായി വിജയൻ്റെ ഇത് മാറത്തില്ല. അവരുടെ ഇത് നീതി വാങ്ങിയെടുത്തിട്ട് തന്നെ അവർ പിന്മാറത്തുള്ളൂ. ഇന്ന് ഷാഫി ഉൾപ്പെടെ അത് പറയുന്നുണ്ട്. ഇന്നലെ ആശാ വർക്കേഴ്സിൻ്റെ നേരെ കാണിച്ച ഒരു ഭീകരത അല്ലേ, ഇത്രത്തോളം ഒരു സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സത്യം സ്ത്രീകളെ ഒന്ന് ബഹുമാനം. നിങ്ങളുടെ വീട്ടിലും ഇല്ലേ ഭാര്യയും അമ്മയൊക്കെ നിങ്ങളൊക്കെ കണ്ട് നിങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് കൃത്യമായിട്ട് ഇത് ചെയ്യാതെ വെറുതെ സ്ത്രീ ശാപം കൂടെ വാങ്ങിച്ച് പിടിച്ച് വെക്കാതെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഷാഫി ഞെട്ടിക്കുന്ന വിവരമാണ് നൽകിയിരിക്കുന്നത്. ഷാഫി അടിച്ച ആരെന്നുള്ള കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് പിരിച്ചുവിട്ടു എന്ന് സർക്കാർ പറഞ്ഞെടുത്ത്, പിണറായി വിജയൻ പറഞ്ഞെടുത്ത് ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള. പിരിച്ചുവിട്ട ആളിനെ എങ്ങനെ തിരിച്ചെടുക്കും? നേരത്തെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് പിരിച്ചുവിട്ടിട്ടുണ്ട്, വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. പലവിധ സസ്പെൻഷൻ നേരിട്ടിട്ടുള്ള വ്യക്തി പക്ഷേ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു CPM ഗുണ്ടയാണ്. ഈ ഗുണ്ടയെ എങ്ങനെ പോലീസിൽ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള മറുപടി തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയേണ്ടിയിരിക്കുന്നു.